കുഞ്ഞുങ്ങളുടെ വളർച്ചയ്ക്കനുസരിച്ച് കുഞ്ഞുങ്ങളുടെ സംശയങ്ങൾ വളരുന്നുണ്ട്. അത്തരം സംശയങ്ങളുമായിട്ട് ആദ്യം കുട്ടികൾ വരുന്നുണ്ടാവുക കുട്ടികളുടെ അമ്മമാരുടെ അടുത്തേക്ക് തന്നെ ആയിരിക്കും. എന്നിട്ടും അത് അറിഞ്ഞിട്ട് കുട്ടികളുടെ ആ സംശയങ്ങൾക്ക് ശരിയായ രീതിയിലൊരു ഉത്തരം കൊടുക്കാതെ കുട്ടികളത് വളരുന്നതിനനുസരിച്ച് മനസ്സിലാക്കിക്കൊള്ളും എന്ന രീതിയിലേക്ക് വിടുന്ന പാരൻസ് ഇനിയും നമ്മുടെ ചുറ്റുമുണ്ട്. കുഞ്ഞുങ്ങൾ ഇത്തരം സംശയങ്ങളുമായിട്ട് തുടക്കത്തിൽ നമ്മൾ വരുമ്പോൾ തന്നെ നമ്മൾ ഇത്തരം ഒരു സമീപനമാണ് നമ്മൾ കൈക്കൊള്ളുന്നതെങ്കിൽ കുട്ടികൾ അതിൻ്റെ ഉത്തരം തേടി പല വഴിക്കും പോകാൻ സാധ്യത ഉണ്ട് എന്നുള്ളതും, കുട്ടികൾക്ക് നമ്മളോട് എല്ലാം തുറന്നു പറയുന്ന ഒരവസ്ഥ നമ്മളായിട്ട് തന്നെ ഇല്ലാതാക്കുന്നു എന്നുള്ളതും നമ്മൾ ഫസ്റ്റ് തന്നെ ഒന്ന് മനസ്സിലാക്കാം. എൻ്റെ കുട്ടികൾക്കുണ്ടായ സംശയങ്ങളും ഞാൻ അതിനോട് റിയാക്ട് ചെയ്ത എക്സ്പീരിയൻസും ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യവുമായിട്ട് ഈ ഒരു ടോപ്പിക്കുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നത്. ഞാൻ പീരീഡായിരിക്കുന്ന സമയത്ത് നമ്മൾ നമസ്കരിക്കാതിരിക്കുമ്പോഴാണ് കുട്ടികൾ എന്തുകൊണ്ടാണ് നമസ്കരിക്കാത്തത് എന്നുള്ള ചോദ്യമായിട്ട് ആദ്യം വരുന്നത്. സ്വാഭാവികമായിട്ടും ആ പ്രായത്തിൽ അത് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ എന്നൊരു കൺഫ്യൂഷൻ ഉള്ളത് കൊണ്ട് ഞാൻ വയറുവേദനയാണ്, അപ്പോൾ എല്ലാ മാസവും സ്ത്രീകൾക്ക് വയറുവേദന അങ്ങനെ ഈ 7 ദിവസം ഉണ്ടാവും, അപ്പോൾ നമുക്ക് നമസ്കരിക്കാൻ ഇളവുണ്ട് എന്ന് പറഞ്ഞു. ഉടനെ തന്നെ ക്വസ്റ്റ്യൻസാണ്. പിന്നെ അപ്പോൾ ഞങ്ങൾക്ക് തലവേദനയും പനിയും വയറുവേദനയൊക്കെ ഞങ്ങൾക്കും ഉണ്ടാവാറുണ്ടല്ലോ, എന്നിട്ടും നിസ്കരിക്കണം എന്നാണല്ലോ ഉമ്മ പറഞ്ഞത്, കഴിയുന്ന പോലെ നിസ്കരിക്കണം എന്നാണല്ലോ ഉമ്മ പറഞ്ഞിട്ടുള്ളത്, പിന്നെന്താ ഉമ്മക്ക് മാത്രം ഇങ്ങനെ? അപ്പം എനിക്ക് മനസ്സിലായി കുട്ടീൻ്റെ ഡൗട്ട് ഞാൻ ക്ലിയർ ചെയ്തിട്ടില്ല എങ്കിൽ ഞാൻ എന്തോ മറച്ച് വെച്ചിട്ട് കളവ് പറയുകയാണ് എന്ന് കുട്ടിക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന്, അല്ലെങ്കിൽ കുട്ടി അങ്ങനെ വിചാരിച്ചേക്കാം. അപ്പോൾ ഞാനിത് ശരിയായൊരു സമയം തന്നെയാണ് കുട്ടികൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ കുട്ടികളുടെ പ്രായത്തിനനുസരിച്ച് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന രീതിയിലൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും പല കാര്യങ്ങളും. ജെൻസിനും ഫീമെയിലിനുള്ള ബോഡി പാർട്സിലുള്ള ഡിഫറൻസ് കുട്ടികൾക്ക് പറയാം. അപ്പോൾ നമുക്ക് യൂട്രസ് ഉണ്ട് എന്നുള്ളതും കുഞ്ഞുങ്ങൾ അതിലാണ് വളരുന്നുള്ളതും എന്നുള്ള കുട്ടികൾക്കറിയാം. അത് വെച്ചിട്ടാണ് പിന്നെ ഞാൻ അവരോട് സംസാരിക്കുന്നത്. അപ്പോൾ ഗർഭപാത്രത്തിൽ ഒരു കുഞ്ഞിനെ സ്വീകരിക്കാനുള്ള ബ്ലഡ് ഷെഡ്സ് എല്ലാം ഉണ്ട്, ഒരു കവറിങ് ഉണ്ട്. അപ്പോൾ ആ ഒരു സെറ്റിങ് കുഞ്ഞില്ലാതെ വരുമ്പോൾ അത് പിന്നെ ഒരു വേസ്റ്റ് ബ്ലഡിലൂടെ പുറത്തു പോകുന്നു എന്നും, ആ വേസ്റ്റ് ബ്ലഡ് ഉള്ള സമയത്ത് നമുക്ക് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്നു എന്നുള്ളതും, ആ ഒരു സമയമാണ് നമുക്ക് ശുദ്ധിയാവാൻ വേണ്ടിയിട്ടുള്ള ഒരു സമയം പിന്നെ നമുക്ക് ഇളവായിട്ട് തന്നതാണ് എന്നുള്ളത് ഞാൻ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ കുട്ടികൾ ആ ഒരു പിന്നെ ആൻസറിൽ അവർ തൃപ്തരാവുകയാണ്. പിന്നെ അതിനെക്കുറിച്ച് ഒരു സംശയവുമില്ല. പിന്നെ നമ്മളെ ബുദ്ധിമുട്ടുകളെ അവർ മനസ്സിലാക്കുകയാണ്. ആ സമയത്ത് നമ്മളോട് പ്രത്യേക ഒരു കെയറിങ് കാണിക്കുന്ന തരത്തിൽ കുട്ടികൾ മാറുകയാണ് ചെയ്തത്. അപ്പോൾ ഇത്തരം ഡൗട്ടുകളെ നമ്മൾ അത് ഈ കുട്ടികൾക്ക് മനസ്സിലാവുന്നതല്ല എന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ അത്തരം ആ ഒരു വയറുവേദനയാണെന്ന് പറഞ്ഞു വിടുകയാണെങ്കിലും കുട്ടികൾക്ക് അതെന്താവില്ല, തൃപ്തിയാവാതെ കുട്ടികൾ അത്തരം സംശയങ്ങൾ ഉള്ളിലിട്ട് നടക്കുകയായിരിക്കും ചെയ്യുന്നുണ്ടാവുക. നമ്മളോട് ചോദിച്ചിട്ടും കാര്യമില്ല എന്നുള്ള തരത്തിലേക്ക് ചിലപ്പോൾ കുട്ടികളുടെ മൈൻഡ് വരെ മാറിപ്പോവാം. പിന്നെ കുറച്ച് കാലം കഴിഞ്ഞു പിന്നെ വീണ്ടും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സംശയങ്ങൾ കുട്ടികളെ വളർച്ചയ്ക്കനുസരിച്ച് വീണ്ടും വന്നുകൊണ്ടിരിക്കും. പിന്നത്തെ സംശയം ഡെലിവറിയും ഓപ്പറേഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളതാണ്. കാരണം നമ്മൾ വീട്ടിൽ ഇപ്പോൾ എനിക്ക് 4 കുട്ടികളുണ്ട്, സ്വാഭാവികമായിട്ട് നമ്മൾ ഡെലിവറിയെ കുറിച്ചൊക്കെ സംസാരിക്കുന്നത് കൊണ്ട് വരുന്ന ഒരു സംശയമായിരിക്കാം. അപ്പോൾ ഞാൻ ആദ്യം പിന്നെ കുട്ടികൾ മനസ്സിലാക്കി വെച്ചിട്ടും ഞാൻ ചോദിച്ചു കുട്ടികളോട് നിങ്ങൾ എന്താ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്? അപ്പോൾ പിന്നെ ഓപ്പറേഷൻ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇവിടെ വയറ് കീറിയിട്ടായിരിക്കും എന്നുള്ളത് കുട്ടികൾക്ക് മനസ്സിലായിട്ടുണ്ട്. പിന്നെ ഈ ഡെലിവറി തമ്മിലുള്ള ഡിഫറൻസാണ് കുട്ടികൾക്ക് മനസ്സിലാവാത്തത്, അതാണ് അവർ ചോദിക്കുന്നത്. അപ്പം ഞാൻ ചിലപ്പോൾ പലപ്പോഴും പലരും അത് പറഞ്ഞു കൊടുക്കുക ചെയ്യുന്നുണ്ടാവില്ല. എനിക്കും അറിയാം, നമ്മളൊന്നും ചെറുപ്പകാലത്തിൽ നമുക്ക് അങ്ങനത്തെ സംഗതികളൊന്നും അറിയുന്നുണ്ടാവില്ല, എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്നുള്ളതൊന്നും അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല. പിന്നെ നമ്മളെ ഫ്രണ്ട്സിൽ നിന്ന് നമ്മൾ എന്തൊക്കെയോ ആണ് നമ്മൾ ആ ഒരു പ്രായത്തിൽ നമ്മൾ കേൾക്കുന്നതും അത് ഒരു അടക്കി പിടിച്ചൊരു രഹസ്യമായ സംഭാഷണമായിട്ടാണ് പലപ്പോഴും നമ്മൾ ആ പ്രായത്തിൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നതും നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞ് ചിരിക്കുന്നതും. അപ്പോൾ ആദ്യ അറിവാണ് നമ്മൾ ശരിക്കും ആ സമയത്ത് നമ്മളതിന് പിന്നെ നമുക്ക് പീരീഡ് ആയിരിക്കെ നമ്മൾ അതിനെക്കുറിച്ചുള്ള ആദ്യ അറിവ് മാത്രമാണ് നമ്മളപ്പം നേടിയിട്ടുണ്ടാവുക. പഠനത്തിൻ്റെ ഭാഗമായിട്ടും പിന്നെ നമ്മൾ പഠിപ്പിക്കുന്ന സാറുമാരും വളരെ കുറച്ച് കാര്യങ്ങൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടായിട്ടുള്ളൂ. ഇപ്പോൾ അതെല്ലാം മാറിയിട്ടുണ്ടാവും. അതുകൊണ്ട് നമുക്ക് ഇതെന്തോ ഒരു പ്രത്യേകമായൊരു സംഭവമാണ് എന്നുള്ള രീതിയിലാണ് നമ്മൾ അതിനെ മനസ്സിൽ കണക്ക് കൂട്ടിയിരുന്നതും നമുക്കതിനെക്കുറിച്ച് വീട്ടിൽ സംസാരിക്കാനൊക്കെ ഒരു മടിയായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റേതായ പല ബുദ്ധിമുട്ടുകളും ഓരോ കുട്ടിയും അനുഭവിച്ചിട്ടുണ്ടാവും എന്നാണ് ഓരോരുത്തരുടെ എക്സ്പീരിയൻസും നമ്മളോട് പറയുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പല കാര്യങ്ങളും നമ്മൾ പറയേണ്ട സമയത്ത് കുട്ടികൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ തന്നെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. വളരെ ഈസി ആയിട്ട് നമ്മളെ ചില ഐഡിയാസും ട്രിക്സൊക്കെ ഉപയോഗിച്ചിട്ട് തന്നെ കുട്ടികളുടെ ആ ഒരു കുഞ്ഞു മനസ്സിന് ഉൾക്കൊള്ളാവുന്ന തരത്തിലേക്ക് നമുക്ക് കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുമെന്നിരിക്കെ
നമ്മൾ പലപ്പോഴും ഇത് കുട്ടികൾ വളർച്ച വരുമ്പോൾ സ്വാഭാവികമായിട്ടാണ് മനസ്സിലാക്കട്ടെ എന്ന രീതിയിൽ എങ്ങനെയാണ് പാരൻസ് അത് കൈകാര്യം ചെയ്യുന്നതെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. അപ്പോൾ ഞാൻ ഈ ഡെലിവറിയും ഇതും തമ്മിലുള്ള ഒരു പിന്നെ കുട്ടികൾക്കൊന്ന് സാറ്റിസ്ഫൈഡ് ആവുന്ന തരത്തിൽ ഞാൻ കൊടുത്തൊരു ഉത്തരം എന്ന് പറയുന്നത്, പിന്നെ കുഞ്ഞ് പിന്നെ വരുന്ന ഒരു നമുക്ക് ഇപ്പോൾ കുട്ടികൾക്ക് അതും ഇപ്പോൾ കുട്ടികൾ നമ്മളെ ബോഡി പാർട്സിലുള്ള ഡിഫറൻസ് അറിയാവുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ അവിടെ ഒരു കുഞ്ഞു ഹോളുണ്ട്. ആ ഹോള് ഈ കുഞ്ഞ് വലുതായി ആ കുഞ്ഞ് വരാൻ സമയമാകുമ്പോൾ അത് ബിഗ് ഹോളാവും. അങ്ങനെ അതിലൂടെ കുഞ്ഞ് വരും. അതിലൂടെ വരാത്ത കുഞ്ഞുങ്ങൾക്ക് ആ ഒരു ബുദ്ധിമുട്ട്, വേറെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് കാരണമായിട്ട് മാത്രമേ നമ്മൾ ഓപ്പറേഷൻ ചെയ്യുന്നുള്ളൂ. അല്ലാത്തവർക്കൊക്കെ ആ ഒരു ഹോളിലൂടെ കുഞ്ഞ് വരും. അത്രയും എനിക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യം ഇപ്പോഴുള്ളൂ അല്ലേ? അതോടുകൂടി അവർ ഹാപ്പിയാണ്. നമുക്ക് കുഞ്ഞുങ്ങൾ ആ ഒരു പിന്നെ ആൻസറിൽ തൃപ്തരാകുക എന്നുള്ളതാണ് നമുക്ക് പ്രധാനം. പിന്നെ അവരുടെ പഠനത്തിൻ്റെ ഭാഗമായിട്ട് അവർ കൂടുതൽ പഠിക്കും. അപ്പോഴും കുട്ടി എന്താണ് വിചാരിക്കുന്നുണ്ടാവുക, കുട്ടിക്ക് ഞാൻ ഫസ്റ്റ് നമ്മൾ കൊടുക്കുന്ന ഇൻഫർമേഷൻ തെറ്റായിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ലല്ലോ. അപ്പോൾ അതിനനുസരിച്ചായിട്ടാണ് നമ്മൾ കുട്ടികളുടെ സംശയങ്ങളെ കാണേണ്ടത്. പിന്നെ ഞാനിപ്പോൾ ഇത് പറയുമ്പോൾ ചിലർക്ക് വിചാരിക്കും കുട്ടികളോട് അങ്ങനെ എല്ലാം അങ്ങോട്ട് പറയാൻ പറ്റുമോ, കുട്ടികൾ അത്തരം സംശയങ്ങളാണ് ചോദിക്കുന്നത് എന്നൊക്കെ പറയുന്ന പാരൻസ് ഉണ്ടാവാം. ഞാൻ പറയുകയാണ്, കുട്ടികളുടെ പ്രായത്തിനനുസരിച്ചുള്ള സംശയങ്ങളെ കുട്ടികൾ ചോദിക്കുള്ളൂ. അതല്ലാതെ കുട്ടികൾ അത്തരം സംശയങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി പാരൻസ് ആണെന്നാണ് ഞാൻ പറയാം. കാരണം കുട്ടികളുടെ കാഴ്ചകളെ മലീമസമാക്കുന്ന അന്തരീക്ഷം വീട്ടിലുണ്ടാക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു റൊമാൻറ്റിക് സീനുള്ള പിന്നെ ഒരു ഫിലിം ഫാമിലി ഒന്നിച്ച് പിന്നെ അങ്ങനെ ഇരുന്ന് കാണുന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് അത്തരം സംശയങ്ങൾ വളർന്ന് കൂടുതലായിട്ടും ക്യൂരിയോസിറ്റി ഉണ്ടാവാം. അതിന് പിന്നെ ഞാൻ ഉത്തരവാദിയല്ല. കാരണം നമ്മളെ കുട്ടികളുടെ കാഴ്ചകളെ മലീമസമാക്കാതിരിക്കുന്ന തരത്തിൽ കുട്ടികളെ വളർത്തുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതിനപ്പുറത്തേക്ക് കുഞ്ഞുങ്ങളുടെ വളർച്ചയ്ക്കനുസരിച്ച് ചില കാര്യങ്ങൾ നമ്മൾ ഓപ്പണായിട്ട് തന്നെ കുട്ടികളോട് സംസാരിക്കേണ്ടി വരും. നമ്മൾ കുട്ടികളുടെ കൂടെ നിൽക്കേണ്ടി വരും. ചില സംശയങ്ങൾക്ക് നമ്മളായിട്ട് തന്നെ ഉത്തരം കൊടുക്കുന്നതാണ് കുട്ടിയും ഒരു പാരൻസും തമ്മിലുള്ള ബോണ്ടിങ്ങിന് ഏറ്റവും നല്ലത്. കാരണം ജീവിതമാണ്, നമുക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടാവും. നമ്മളെ കുട്ടികളെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റുക ചിലപ്പോൾ നമുക്ക് തന്നെ ആയിരിക്കും. കുട്ടികളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ കുട്ടികൾ നമ്മളോട് ഷെയർ ചെയ്യുകയാണെങ്കിൽ നമുക്കായിരിക്കും അവരെ കൂടുതൽ പിന്നെ ഹെൽപ്പ് ചെയ്യാനും അവരുടെ ഒരു കംഫർട്ട് സോണിൽ നമുക്ക് അവരെ കൊണ്ടുപോകാനും എന്തെങ്കിലും ബുദ്ധിമുട്ടുകളെങ്കിൽ അത് ചികിത്സ വഴി ശരിയാക്കാനൊക്കെ നമുക്കായിരിക്കും കൂടുതൽ സാധിക്കുന്നുണ്ടാവുക. കുട്ടികൾക്ക് പറയാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ മാറി കുട്ടികൾ നമ്മളോട് എല്ലാം പറയുന്ന ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ കുട്ടികളെ കൊണ്ടുവരണമെങ്കിൽ അത് കുറേ കുട്ടികൾ വലുതായിട്ടല്ല, അത് നമ്മൾ കൂടെ തന്നെ കുട്ടികൾ നമ്മളെ കൂടെ വളരുന്ന സമയത്ത് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. മാത്രമല്ല പിന്നെ ഇപ്പോൾ ഫസ്റ്റ് പീരീഡ് ആവുന്ന ഒരു കുട്ടി, ആ കുട്ടിക്ക് പിന്നെ ഇത് ഈ ബ്ലഡ് എവിടെ നിന്ന് വരുന്നു എന്ന് തുടങ്ങി അതിൻ്റെ ശുചിത്വം ചെയ്യാനുള്ള ഇതിൻ്റെ സൗകര്യങ്ങൾ, അത് പിന്നെ ശുചിത്വം ചെയ്യാതിരുന്നാലുള്ള പിന്നെ ചൊറിച്ചിൽ, ബുദ്ധിമുട്ട്, കുട്ടികൾ ബ്രസ്റ്റ് വളരുന്നതിനനുസരിച്ചുള്ള കുട്ടികളുടെ ബുദ്ധിമുട്ടുകൾ കുട്ടികൾ പറയുമ്പോൾ ആ ഒരു മാനസികമായിട്ടൊക്കെ കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അത് വേദന, അതെല്ലാം കുട്ടികൾ ഷെയർ ചെയ്യാനും കുട്ടികൾക്ക് നമ്മളുടെ എക്സ്പീരിയൻസ് കൂടി ചേർത്ത് കുട്ടികൾക്ക് അത് സംസാരിക്കാനും എല്ലാം നമ്മൾ തന്നെ മുൻകൈ എടുത്ത് കുട്ടികൾക്ക് അത് പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന ഒരു കംഫർട്ട് ഉണ്ട്, ഒരു കോൺഫിഡൻസ് ഉണ്ട്. എനിക്ക് എൻ്റെ പാരൻസ് ഭയങ്കര സപ്പോർട്ടാണ്, എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ല എന്ന രീതിയിലേക്കുള്ള കുട്ടീൻ്റെ ആ ഒരു കോൺഫിഡൻസ് വരാനുണ്ട് ഒരു കുട്ടിയെ സംബന്ധിച്ച്. അതുപോലെ തന്നെയാണ് ടീനേജിനുള്ള ബോയ്സിനും പിന്നെ ആ ടീനേജ് പ്രോബ്ലം ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കൊക്കെ. ടീനേജ് ബോയ്സിനായിരിക്കും കുറച്ചും കൂടി ഒരു മാനസിക സംഘർഷം വരുന്നൊരു സമയം കൂടിയാണ്. ഒരു ശാരീരിക മാറ്റങ്ങൾ കുട്ടികൾക്ക് അത് ആ ഒരു സമയത്തുള്ള പിന്നെ എതിർലിംഗത്തിനോട് തോന്നുന്ന ഒരു ആകർഷണം, അതൊക്കെ ശാരീരിക മാറ്റങ്ങളാണെന്ന് നമ്മൾ കുട്ടികളോട് ആദ്യം തന്നെ സംസാരിച്ച് വെക്കാൻ, അല്ലെങ്കിൽ കുട്ടികൾക്ക് അത് മനസ്സിലാവുന്ന തരത്തിൽ നമ്മൾ കുട്ടികളോടുള്ള ആ ഒരു ബോണ്ടിങ് എല്ലാം തുറന്ന് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു ബോണ്ടിങ് നമ്മൾ തുടങ്ങി വെക്കേണ്ട സമയത്ത് തന്നെ നമ്മൾ തുടങ്ങി വെക്കും. പലപ്പോഴും പല കാര്യങ്ങളും ഞാൻ എൻ്റെ കുട്ടികളോട് ഷെയർ ചെയ്യുന്നത് കാണുമ്പോൾ എൻ്റെ ഉമ്മ ചോദിക്കാറുണ്ടായിരുന്നു, എന്തിനാണ് ഈ പ്രായത്തിൽ ഈ കുട്ടികൾക്ക് അതൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. അതാണ് പഴയ കാലത്തിലെ അമ്മമാരും നമ്മളും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. പഴയ കാലത്തിലുള്ള അമ്മമാർ പലപ്പോഴും പല കാര്യങ്ങളും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നില്ല. അതിൻ്റെ ഏറ്റവും പുറമോടിയിലുള്ള കാര്യങ്ങളായിരിക്കും പലപ്പോഴും ഷെയർ ചെയ്തിട്ടുണ്ടാവുക. അതിൻ്റെ ബുദ്ധിമുട്ടുകളെല്ലാം അന്നത്തെ കാലത്തിലുള്ള കുട്ടികൾ അനുഭവിച്ചിട്ടുണ്ടായിരിക്കും എന്നുള്ളതാണ് പല അനുഭവങ്ങളും തെളിയിക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് നമ്മളെ പാരൻറ്റിങ് ജേർണി ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകട്ടെ. കുട്ടികൾക്ക് എന്ത് കാര്യങ്ങളും ഇപ്പോൾ ഒരു ഭാവിയിൽ നമ്മളോളം അനുഭവം
നമ്മളോളം അനുഭവം നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാവില്ല. അപ്പോൾ ഏതൊരു കാര്യം അവർ ഷെയർ ചെയ്യുമ്പോഴും നമുക്ക് അത്തരം ഒരു കാര്യത്തിലേക്കൊരു ശരിയായൊരു പിന്നെ കാര്യങ്ങളിലൂടെ കുട്ടികളെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും പിന്നെ കുട്ടികൾക്ക് തന്നെ കുട്ടികളുടെ മനസ്സിൽ തന്നെ വളർന്നു വന്നിട്ടുണ്ടാകുന്ന പല തെറ്റിദ്ധാരണകളും മാറ്റിയെടുക്കാനും നമ്മളോളം മറ്റേ ഒരു സുരക്ഷിതത്വം നമ്മളെ കുട്ടികൾ അനുഭവിക്കുന്നുണ്ടാവും എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നമ്മുടെ കുട്ടികൾ സ്മാർട്ടായിട്ട് വളരട്ടെ, നമ്മളെ പാരൻസും സ്മാർട്ടായിട്ടിരിക്കട്ടെ.